പിന്നെ റോഡിൻ്റെ നടുവിലൂടെ ഒരു റെയിൽപാളം പോകുന്നത് ശ്രദ്ധിച്ചു. ചെമ്പരത്തിക്കൊക്കെ ഇവിടെ ഭയങ്കര ഡിവൻ്റാട്ടോ. നോക്കൂ, ഓ കോഴികളെ കൂട്ടിയിട്ട് കൊണ്ടുപോകുന്നു. ഇതാണ് ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ റഫ്സ് തന്നെ കുടിക്കണം. അസ്സലാമു അലൈക്കും. സമയം ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്ത സിറ്റിയിലാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഞങ്ങളിന്ന് ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടി വന്നതാണ്. സക്കറിയ സ്ട്രീറ്റ് എന്ന് പറയും. ഇവിടുത്തെ ഏറ്റവും ചീപ്പ് റേറ്റിൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ട്രീറ്റാണ്. അതോടൊപ്പം കൊൽക്കത്തയിലെ വിവിധ തരത്തിലുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നോ നടന്നിട്ടാണ് നമ്മുടെ ബസാറിലേക്ക് പോകുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാനുള്ളത്. അപ്പോൾ വണ്ടിയിലൊക്കെ കയറുന്നതിന് പകരം നമുക്ക് നടന്നുകൊണ്ട് കാഴ്ചകൾ ആസ്വദിക്കാം. രാവിലെ ഏകദേശം 7 മണിയായിട്ടുണ്ട്. അതിരാവിലെ തന്നെ ഞാനിവിടെ വന്നിറങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ യാത്രയിലാണ്, അതിൻ്റെ ഇടയിലാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊൽക്കത്ത നഗരം ഉണർന്നു വരുന്നതേ ഉള്ളൂ. ജനങ്ങൾ അവരവരുടെ തിരക്കുകളിലേക്ക് ഇറങ്ങുന്ന സമയം. ഈ കൊൽക്കത്ത നഗരത്തിൻ്റെ ഏറ്റവും വലിയ മുഖച്ഛായയാണ് ഹൗറ ബ്രിഡ്ജ്. ഇത് ഹൂഗ്ലി നദിയുടെ മുകളിലൂടെ ഉള്ള ഏകദേശം 1 കിലോമീറ്ററിലധികം നീളത്തിലുള്ള ഒരു വലിയ പാലമാണ്. ഇത് മുഴുവൻ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ പാലത്തിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിട്ടുണ്ട്. പാലത്തിൻ്റെ സൈഡിലിരിക്കുന്ന ഓരോ കാഴ്ചകളാണ്. ബ്രിഡ്ജിൻ്റെ ഇരുവശവും പെഡാസ്ട്രിയൻസ്, അതായത് കാൽനടയാത്രക്കാർക്ക് വേണ്ടി മാത്രം ഒരു വലിയ ഭാഗം തന്നെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ തിരക്ക് കുറവാണ്. ചില പോയി തിരിച്ചു വരുന്ന സമയത്ത് വളരെയധികം തിരക്ക് ഉണ്ടാവും. ഏകദേശം 1 ലക്ഷത്തിലധികം വാഹനങ്ങളാണ് ഈ ഒരു പാലത്തിലൂടെ ഒരു ദിവസം കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളും കാൽനടയാത്രക്കാരും ഈ ഒരു ബ്രിഡ്ജ് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഹൂഗ്ലി നദി. ഈ നദി നമ്മുടെ ഗംഗാ നദിയുടെ ഒരു പോഷക നദിയാണ്. ഇതിൻ്റെ മുകളിലൂടെയാണ് നമ്മുടെ ഹൗറ ബ്രിഡ്ജ് കടന്നു പോകുന്നത്. ഞാൻ നടന്ന് ഏകദേശം നമ്മുടെ പാലം അവസാനിക്കാനായി. പാലത്തിൻ്റെ ഏറ്റവും സെൻട്രലാണ് നമ്മളുള്ളത്. വിവിധ തരത്തിലുള്ള വാഹനങ്ങളാണ് ഈ ബ്രിഡ്ജ് കടന്നു പോകുന്നത്. 1936 ഈ ഒരു പാലത്തിൻ്റെ വർക്ക് ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ഇവിടെ വേറൊരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. പക്ഷേ വാഹനങ്ങളുടെ പെരുപ്പം കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു പുതിയ പാലം നിർമ്മിക്കാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഉണ്ടായത്. അതുപ്രകാരമാണ് ഈ ഒന്നുകൂടെ വലിയ രൂപത്തിലുള്ള കൺസ്ട്രക്ഷനോട് കൂടിയുള്ള ഈ പാലം നിർമ്മിച്ചത്. ഇത് ചെമ്പരത്തി പൂവല്ലേ, ഇതൊക്കെ ഇവിടെ. ഇത് മുഴുവന് ഫ്ലവർ മാർക്കറ്റാണ്. ഇവിടെ ഫുൾ ടൈം ഇത്തരത്തിലുള്ള ഒരുപാട് പൂക്കളുടെ കച്ചവടം കാണാം. അപ്പോൾ അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള പൂവുകളൊക്കെ എത്തിയിട്ടുണ്ട്. തകൃതിയായി കച്ചവടം നടന്നുകൊണ്ടിരിക്കും. ചെമ്പരത്തിക്കൊക്കെ ഇവിടെ ഭയങ്കര ഡിവൻ്റാട്ടോ. നോക്കൂ, कितना रुपये? 20 टका ഏക്കോ. ഒറ്റ മാലയ്ക്ക് 20 രൂപയാണ് പറയുന്നത്. ഇത് അടുത്ത പൂവ്, ഇത് നമ്മുടെ സൺഫ്ലവർ അല്ലേ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സിറ്റിയാണ് കൊൽക്കത്ത സിറ്റി.
ബ്രിട്ടീഷുകാരുടെ ഭരണകാല സമയത്ത് അവരുടെ ക്യാപിറ്റലായിരുന്നു കൊൽക്കത്ത. നമുക്കറിയാം കൽക്കട്ട എന്നായിരുന്നു പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പറഞ്ഞിരുന്നത്. ആ സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ബസ്സുകളാണ് കേട്ടോ, നല്ല വൃത്തിയുണ്ട്, എവിടെയും തട്ടിയിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ ആ ഒരു ആർക്കിടെക്ട് നിലനിർത്തുന്ന ബിൽഡിങ്ങുകൾ ഒരുപാട് ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ പഴയ കാലത്ത് എത്രത്തോളം അവരുടെ സ്വാധീനം ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ ഇപ്പോഴും തിരിച്ചറിയാവുന്നതാണ്. പ്രധാന കാര്യമാണ് ഈ ഒരു മഞ്ഞ ടാക്സി. കൊൽക്കത്ത എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള മഞ്ഞ ടാക്സികളാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടി വരിക. അതുപോലെ തന്നെ ബസ്സും അത്തരത്തിൽ ഒരേ മോഡലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരുപാട് ലോറി നിർത്തിയിട്ടുണ്ട്. അതിൽ നമ്മുടെ ബിരിയാണിയുടെ അരി അത് ഇറക്കുന്നതിൻ്റെ തിരക്കിലാണ്. പിന്നെ റോഡിൻ്റെ നടുവിലൂടെ ഒരു റെയിൽപ്പാളം പോകുന്നത് ശ്രദ്ധിച്ചു ഞങ്ങൾ. ഇത് ട്രാമാണ്, അതായത് ഏകദേശം ഒരു ട്രെയിന് പോലത്തെ ഒരു വണ്ടി. അത് കൊൽക്കത്തയിൽ ഇപ്പോഴും ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചു തരും. അതിൻ്റെ ട്രാക്കാണ് ഈ കാണുന്നത്. കോഴികളെ തൂക്കിയിട്ട് കൊണ്ടുപോകുന്നു. നമ്മൾ സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഈ ദൂരത്ത് നിന്ന് തന്നെ നമുക്കൊരു പള്ളിയുടെ കുബ്ബ കാണാൻ സാധിക്കും. ഇതാണ് ഇവിടെ കൊൽക്കത്ത സിറ്റിയിലെ ഏറ്റവും വലിയൊരു മസ്ജിദായ നാഹുദ മസ്ജിദ്. ഇപ്പോൾ സ്ട്രീറ്റ് മുഴുവൻ കാലിയാണ്, സമയമാകാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് മുഴുവൻ നിറഞ്ഞിട്ടുണ്ടാവും. ആളുകളൊക്കെ അവരുടെ കച്ചവട സാധനങ്ങൾക്ക് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് സംഭവിച്ചാൽ എങ്ങനെയെന്നാവും ശരിയാക്കിയെടുക്കാം. ഫുള്ള് പിണഞ്ഞു കിടക്കുന്ന വയറുകളാട്ടോ. ബ്രിട്ടീഷ് ആർക്കിടെക്ചറിലുള്ള ബിൽഡിങ്ങുകൾ ഇതാ വീണ്ടും. ഇത് നമ്മളെ കിസ്മിസ് ബദാമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കച്ചവടങ്ങൾ ആരംഭിക്കുന്നതേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ഓരോ പാക്കുകളാക്കിയിട്ടാണ് വിൽപ്പന നടത്തുന്നത്. നമ്മൾ പൂർണ്ണമായി സക്കറിയ സ്ട്രീറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. രാത്രിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വളരെയധികം റഷ് ഉണ്ടാകുന്ന സമയം. പ്രത്യേകിച്ച് റമദാനിൽ രാത്രി അത് ഒന്നുകൂടി റഷുള്ള സമയമാണ്. ഇതാണ് നാഹുദ മസ്ജിദ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പള്ളിയുടെ കവാടത്തിൽ തന്നെ നിസ്കാര സമയങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു ക്ലോക്കിൻ്റെ രൂപത്തിൽ മഗ്‌രിബ്, അസർ, ഫജ്ർ എല്ലാം ഉണ്ട്. നമ്മൾ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ചു. ഓ മാഷാ അല്ലാഹ്, നല്ല വലിപ്പമുണ്ടല്ലോ. ക്യാമറയിൽ കുടുങ്ങുന്നില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് എടുക്കാം. ഇതാണ് ഉളൂഖാന. ഉളു എടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ ചെറിയ ചെറിയ കുളങ്ങളാണ്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഉളു ചെയ്യുക. ഹാൻഡിക്യാപ്ഡായ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു സ്ഥലം തന്നെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. वज़ू मुकम्मिल कर लेने के बाद मसनून ये है कि आसमान की तरफ मुख करके ये कलिमा पढ़िए. വുദൂവിൻ്റെ ശേഷം മുഖം മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ ദിക്റ് ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഓ, ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുണ്ട് സാർ. വെട്ടിത്തിളങ്ങുന്ന വെള്ളം ഇതിൻ്റെ നടുവിൽ. പള്ളിയുടെ മുകൾ നിലയിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴെയുള്ള
ഉസുഖാന ഹൗദ് പരിസരമൊക്കെ കാണാൻ കഴിയും. ഇതുവഴിയാണ് വെളിച്ചം താഴേക്ക് പതിക്കുന്നത്. നമുക്ക് 2ാം നിലയിലേക്ക് കയറി ചെല്ലാം. ഇതുവഴിയാണ് 2ാം നിലയിലേക്ക് പോവുക. രണ്ടാം നില എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇത് 1ാം നിലയാണ്. ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള മിഹ്റാബ് കാര്യങ്ങളുണ്ടാവുക. ഖുതുബ ഓതാനും മറ്റു ഇമാമത്ത് നിൽക്കാനൊക്കെ. ഇതിൻ്റെ ആദ്യം കണ്ടത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറാണ്. ആദ്യം നമ്മൾ കണ്ടത് ഗ്രൗണ്ട് ഫ്ലോറാണ്. ഇതാണ് 1ാം നില. ഇവിടെ വെച്ചാണ് നമ്മുടെ ഖുതുബ, അതുപോലെ തന്നെ ജമാഅത്ത് നിസ്കാരമൊക്കെ ഇവിടെ വെച്ചാണ് ഉണ്ടാവുക. ഇത് ആ ഒരു സമയത്ത് മാത്രമാണ് തുറക്കുക. പൊതുവെ ഉത്തരേന്ത്യയിലുള്ള ഈ ബംഗാൾ ഏരിയയിലൊക്കെ ഉള്ള പള്ളികളൊക്കെ ആ രൂപത്തിലാണ്. ഗ്രൗണ്ട് ഫ്ലോർ അത് പൊതുവെ എല്ലാ ജനങ്ങൾക്കും എല്ലാ സമയത്തും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നും തുറന്ന് ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഇത്തരം ഫസ്റ്റ് ഫ്ലോറുകൾ ജുമയുടെ പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് തുറന്നു കൊടുക്കുക. അതൊരു ശൈലി തന്നെയാണ് ഇവിടെയും കാണാൻ കഴിഞ്ഞത്. 1934 ഈ മസ്ജിദ് ഉണ്ടാക്കുന്നത്. അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സമ്പന്നർ, ഈ കൊൽക്കത്തയിലെ ഏറ്റവും വലിയ സമ്പന്നരായ കച്ചി മേമൻ വിഭാഗക്കാരാണ് ഈ പള്ളി ഇവിടെ നിർമ്മിച്ചത്. ഏകദേശം അന്നത്തെ 15 ലക്ഷം രൂപ ചെലവാക്കി ബ്രിട്ടീഷ് കൺസ്ട്രക്ഷൻ കമ്പനിയെ കൊണ്ടാണ് ഈ ഒരു പള്ളി ഉണ്ടാക്കിയത്. ഈ പള്ളിയുടെ ആർക്കിടെക്ചർ മുഴുവൻ ഒരു മുഗൾ രീതിയിലേക്ക് സാദൃശ്യപ്പെടുത്തിയിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഫത്തേപൂർ സിക്രിയുടെ കവാടം, ബുലന്ദ് ദർവാസ, അതേ രൂപത്തിലൊക്കെയാണ് ഇവിടുത്തെ കവാടവും നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ്. പള്ളിയുടെ പുറത്തു നിന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ സക്കരിയ സ്ട്രീറ്റ് മുഴുവനായിട്ട് കാണാൻ സാധിക്കും. ഈ സ്ട്രീറ്റിൽ വരുന്ന മുഴുവൻ ജനങ്ങൾക്കും നിസ്കരിക്കാനുള്ള ഒരു വലിയൊരു പള്ളി തന്നെ ഇവിടെ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറ്. പിന്നെ ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇവിടെ ഓപ്പൺ ആയിട്ടില്ല, ഇവിടെ പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേക ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഇവിടെ തുറക്കുക. ഫസ്റ്റ് ഫ്ലോർ പോലെ സെയിം തന്നെ സെക്കൻഡ് ഫ്ലോറും. ഇതിലെ പഴയ മക്കാമിൽ, മമ്പുറ മക്കാമോ, പൊന്നാനിയിലൊക്കെ ഇത്തരത്തിലുള്ള വിളക്കുകൾ കാണാം. ഇത് എണ്ണ ഉപയോഗിച്ചിട്ട് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നതായിരിക്കണം. ഇപ്പോൾ ചെറിയൊരു വിശ്രമത്തിന് ശേഷം നമ്മൾ പള്ളിയിൽ നിന്നിറങ്ങി ഇനി നമ്മൾ സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ സ്ട്രീറ്റ് ഏകദേശം ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. കടകളൊക്കെ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആൾക്കാർക്ക് നടക്കാനുള്ള സ്ഥലം കുറവാണ്. അധികം ഷോപ്പുകൾ തന്നെയാണ്. സേമിയോ വേറെ രൂപത്തിൽ ആണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ഓ ഏത് നൈസ്. अस्सलाम वालेकुम. कितना है सेमिया ना? कितना है? 120. ഓ ഒരു കേജിക്ക്. ആ ഓ 30 টাকা. ഓ ആ സാധനങ്ങൾക്ക് ഓരോ ഏരിയ ആണ് തോന്നുന്നു. ഇവിടെ മുഴുവൻ ബണ്ണുകളാണ് കാണുന്നത്. ബണ്ണ്, റസ്ക്, ഇതൊക്കെയാണ്. ജുബടിക്കുന്ന ക്ലോത്തുകളാണ്. 1 മീറ്ററിന് 90 രൂപ. ഒരുപാട് സബ് 90 का.
വൈറ്റിന് എത്ര? വൈറ്റ് 90 അല്ലേ? ഞാനേതായാലും ഒരു ക്ലോത്ത് മേടിച്ച് 90 രൂപയാണ് അവർ പറഞ്ഞത്. കുറച്ച് കുറക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. രണ്ടുതിലുണ്ടോ? എൻ്റെ അതോടെ ഏതായാലും 3 മീറ്റർ മേടിച്ച് ഒരു 200 റുപ്യക്ക് 3 മീറ്റർ ആക്കി. കൊൽക്കത്തയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വാഹനമാണ് റിക്ഷ. അല്ല, ഫാൻറ്റിന് കളറ് മുക്കുന്ന സ്ഥലം, കറുത്ത കളറ് മുക്കിയിട്ട് മേലെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അതോ വെയിലുള്ളാനോ? രണ്ടിനും കൂടി 2 പേരുണ്ടാവും ഉണങ്ങാൻ വേണ്ടി. ഒരു റുവാബ്സ മേടിച്ച് കൊൽക്കത്തയിൽ നിന്ന് വരുമ്പോൾ നാട്ടിൽ എത്താൻ വേണ്ടി പറഞ്ഞിരുന്നു. റുവാബ്സ 160 രൂപയാണ് ഇതിന്. റുവാബ്സ നമ്മുടെ നാട്ടിൽ കിട്ടും, പക്ഷേ ഇതാണ് ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ റുവാബ്സ തന്നെ കുടിക്കണം. നമ്മുടെ നാട്ടിൽ വരുന്നത് പാകിസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന, പാകിസ്ഥാനിൽ നിന്ന് ഗൾഫിലേക്ക് കയറി, ഗൾഫിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്, കേരളത്തിലേക്ക്. അതുകൊണ്ട് തന്നെ റേറ്റും കൂടുതലാണ്. ഇത് 160 രൂപക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചത്. ബാർബർ ഷോപ്പ്, ആളുകളൊക്കെ കുളിക്കുകയാണ് കേട്ടോ ടൗണിൽ നിന്ന്. ഈ ഏരിയ മുഴുവൻ ആശാരികളാണ്. ഓരോ പല ഐറ്റംസുകൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ആണി നമ്മുടെ കാന്തത്തിൽ കണ്ടാണ് എടുക്കുന്നത്. അടുത്തത് കമ്പി ഇടിച്ചുണ്ടാക്കുന്നു. എന്തിനും ഉപയോഗിക്കാവോ? കട്ട് ചെയ്യുന്നുണ്ട്. പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരം മരക്കൊള്ളിയാണ്. നമ്മുടെ അറാക്കൊക്കെ ഉണ്ടല്ലോ, അറാക്ക് ഇവിടെ വേറെ തന്നെ ഉണ്ട്. ഇത് നമ്മുടെ ബംഗാളിലുള്ള, നമ്മുടെ നാട്ടിൽ ബംഗാളികളായ ആളുകളൊക്കെ ഉപയോഗിക്കുന്നത് കാണാം. ആ മരത്തടിയാണ്. നിമ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ചീപ്പ് റേറ്റിന്ന് ഷൂ കിട്ടുന്ന സ്ഥലം. സമയം ഇപ്പോൾ ഉച്ചയോടെ എടുക്കുന്നു. ഇവിടെ സ്ട്രീറ്റ് സജീവമായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാഫുദ മസ്ജിദാണ് കാണുന്നത്. ചൂടി തിരക്ക് പിടിച്ച ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയുള്ളത് നോക്കാം. ഇവിടെ കുറച്ച് മൊബൈൽ ഐറ്റംസ്, ഫാൻസി, അതുപോലെ ക്ലോക്ക്, അങ്ങനത്തെ തുടങ്ങിയ പ്രോഡക്റ്റുകളൊക്കെയാണ് ഉള്ളത്. ഫാൻ, ഓ ഇത് വേറെ തന്നെ ലോകമാണ് കേട്ടോ. ഒരു ഫാനിൻ്റെ ഒരു ഷോപ്പാണ്. ഇവിടെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഇവിടെ നിൽക്കുക. കാരണം നല്ല ചൂടായതുകൊണ്ട്, നല്ല ക്ഷീണമുണ്ട്. ലൈറ്റിൻ്റെ ഷോപ്പാണ് കേട്ടത്. ഓ ഇത് രാത്രി കാണാനാവും നല്ല രസം. ഏതൊക്കെ ഐറ്റംസുകളാണുള്ളത്? ഈദുംബാർ, പെരുന്നാളായിട്ടുള്ള ഐറ്റംസ്, ഈദുംബാർ, ഒരുപാട് സാധനങ്ങളുണ്ട്. इसका कितना है ईद मार्क? 250 रुपया. ഇവിടെ നല്ല ഐക്കൺസുകളൊക്കെ ഉണ്ട്. ലോഗോ നമ്മുടെ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഇതൊന്ന് പഠിച്ചാലോ. ഓ തന്തൂരി ചിക്കൻ മോം, അങ്ങനെ തന്നെയല്ലേ ഇങ്ങനത്തെ ഉണ്ടാക്കല്. അടിപൊളി ഐറ്റം. ഏരിയ മുഴുവൻ ഇങ്ങനെ ലൈറ്റ്സിൻ്റെ ഇതാട്ടോ. റബീഉൽ ലെവലിനൊക്കെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് കുറഞ്ഞ നിലക്ക് മേടിച്ചുകൊണ്ടാവാം. ഒരുപാട് ഐറ്റംസുകളുണ്ട്. ഫെസ്റ്റിവൽ ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട്. റബീഉൽ ലെവലിന് കൊടുക്കാൻ പറ്റിയൊക്കെ ചെറിയ വർണ്ണമാലികൾ. 20 രൂപക്ക് ഉള്ള കമ്മലുകൾ, നമ്മുടെ ചെറിയ മാല 100 രൂപ. ഇതൊരു സെറ്റിന് 250. എത്ര ഉണ്ട്? 2, 4, 6, 6 ഏത്
ഓ ചെറിയ ചെറിയ പ്ലേറ്റിനൊക്കെ വേസ്റ്റ് ഒക്കെ ഇടാൻ പറ്റിയത് 20 രൂപ. ഞങ്ങൾ സമ്മാനം കൊടുത്ത 25 രൂപ. വേറൊരു ഏരിയ, ഇവിടെ മുഴുവൻ ഫാൻസി ഐറ്റംസുകളാണ് ലേഡീസിൻ്റെ. ഓ 4 ഭാഗവും നിറഞ്ഞിട്ടുണ്ട്. ഗ്യാരണ്ടി ആഭരണങ്ങൾ ആണ് ഇവിടെയുള്ളത്. ഒരുപാട് ഐറ്റംസുകളുണ്ട്. ആവശ്യക്കാർക്ക് ഇവിടെ കൊൽക്കത്തയിൽ വരിക മേടിക്കാം. ഓ തോക്ക് ഇതിൻ്റെ ഉള്ളിൽ സാധാ നമ്മളെ തീപ്പെട്ടിക്കൊള്ളി ഇതിൻ്റെ നടുവിൽ നടക്കുക. 100 രൂപയാണ് ഇവർ പറയുന്നത്. വെടിയുണ്ടകൾ ഇതിൻ്റെ ഉള്ളിൽ തരാൻ ഇറക്കുക. അതായത് സാധാ നമ്മുടെ തീപ്പെട്ടിക്കുള്ളി അത് നടുവിൽ നിറക്കുക, പൊട്ടിക്കുക. സൗണ്ട് ഉണ്ട്. സാമ്പിൾ സാധാ തീപ്പെട്ടി വെക്കുക, പിടിക്കുക. ഓ കളിപ്പാട്ടങ്ങളെ ഏരിയയാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസുകളുണ്ട്. ഭയങ്കര കുട്ടിസായ ഒരു ഏരിയ. ഒരുപാട് ഐറ്റംസ്. കളിക്കാനുള്ള ചെറിയ ചെറിയ ഐറ്റംസുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു ഏരിയ. ഓ ഇതിനൊരു അന്ത്യമില്ല. ഇതൊക്കെ തന്നെയല്ലേ സിക്കാരനിരിക്കുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിൽസ്. ഇൻഷാല്ലാ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. പരമാവധി നമ്മുടെ സക്കറിയ സ്ട്രീറ്റ് കൊൽക്കത്തയിലുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി കവർ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ അതിൻ്റെ കാഴ്ചകളായിരുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇൻഷാല്ലാ പിന്നെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് വീട്ടിലേക്ക്. മറ്റൊരു സമയത്ത് പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും.